ഹനുമാന്റെ സമീപത്തെത്തുന്ന ഗരുഡൻ തന്റെ സ്വാമിയായ ശ്രീകൃഷ്ണന് ഹനുമാനെ കാണുവാൻ ആഗ്രഹമുണ്ടെന്നും അതിനാൽ തന്റെ കൂടെ ദ്വാരകയിലേക്ക് വരണമെന്നും ഹനുമാനെ അറിയിക്കുന്നു. ശ്രീരാമസ്വാമിയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. വെണ്ണയും പാലും കവർന്നു ഭുജിക്കുന്നവനും പെണ്ണുങ്ങളുടെ വസ്ത്രം മോഷ്ടിക്കുന്നവനുമായിട്ടുള്ള സ്ത്രീകളുടെ വിടുപണികൾ ചെയ്യുന്നവനുമായിട്ടുള്ള കള്ളനായ കൃഷ്ണനെ കാണാൻ താൻ വരികയില്ല എന്ന് ഹനുമാൻ ശഠിക്കുന്നു. തന്റെ സ്വാമിയെ ദുഷിച്ചു പറയുന്ന ഹനുമാനോട് കുപിതനായിക്കൊണ്ട് ഗരുഡൻ യുദ്ധത്തിനൊരുമ്പെടുന്നു. ഇരുവരും തമ്മിൽ യുദ്ധം ചെയ്യുകയും ക്ഷീണിതനായി ഗരുഡൻ ദ്വാരകയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നത് വരെയുള്ള ഭാഗമാണ് ഇന്നിവിടെ പ്രീജ അവതരിപ്പിക്കുന്നത്. ഈ കഥയുടെ അടുത്ത ഭാഗം ഗരുഡൻ ദ്വാരകയിലെത്തി ശ്രീകൃഷ്ണനോട് ഹനുമാൻ തന്റെ കൂടെ വന്നില്ല എന്ന് മാത്രമല്ല, അങ്ങയെ ദുഷിക്കുകയും കൂടി ചെയ്തപ്പോൾ അത് സഹിക്കാതെ ഞാൻ ആ തടിയൻ കവിയോട് യുദ്ധം ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നു, എന്നാൽ ഒരിക്കൽ കൂടി നീ ഹനുമാന്റെ അടുക്കൽ പോയി പറയൂ, ശ്രീരാമസ്വാമി ദ്വാരകയിലുണ്ട്, ഇങ്ങോട്ട് വന്നാലും എന്നറിയിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും ഗരുഡനെ ഹനുമാന്റെ സമീപത്തേക്ക് പറഞ്ഞയക്കുന്നു. വീണ്ടും ഗരുഡൻ ഹനുമാന്റെ സമീപത്തെത്തുന്നു. ഹനുമാൻ ചോദിക്കുന്നു, എന്റെ സ്വാമിയെ നീ കണ്ടുവോ? അദ്ദേഹത്തോടൊപ്പം ലക്ഷ്മി ഭഗവതിയായ സീതയുണ്ടോ, ലക്ഷ്മണനുണ്ടോ, ഭരതനുണ്ടോ? എന്നാൽ ഗരുഡൻ നിശബ്ദനാകുന്നു. കാരണം സീതയും ലക്ഷ്മണനും രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഒന്നുമില്ലാത്ത ശ്രീരാമൻ മാത്രമാണ് ദ്വാരകയിലുള്ളത്. ഇല്ല എന്ന് മറുപടി പറഞ്ഞ് ഗരുഡൻ മടങ്ങുന്നു. വീണ്ടും ഈ വിവരം ഗരുഡൻ കൃഷ്ണനെ അറിയിക്കുന്നു. വീണ്ടും ഭഗവാൻ കൃഷ്ണൻ സീതാദേവിയും ശ്രീരാമനും കൂടി ദ്വാരകയിലുണ്ട്, ഹനുമാനെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് ഗരുഡനെ പറഞ്ഞയക്കുന്നു. ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ഭാര്യമാരായിട്ടുള്ള 16,008 സുന്ദരികളോട് പറയുന്നു, നിങ്ങളിൽ ഒരാൾ സീതയുടെ വേഷം ധരിക്കണം. എല്ലാവരും പറയുന്നു, ഞങ്ങൾക്കിതിനാവില്ല. ആ സമയം രുക്മസോദരിയായ രുക്മിണിയെ വിളിച്ച് ഭഗവാന്റെ പത്നിമാരിൽ ഏറ്റവും സുന്ദരി താനാണെന്ന് അഹങ്കാരിയായിട്ടുള്ള രുക്മിണിയെ വിളിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നു, രുക്മിണി, നീ സീതയുടെ വേഷം എടുക്കുക. രുക്മിണി ഉടൻ തന്നെ സീതയുടെ വേഷമെടുക്കാൻ പല പ്രയത്നങ്ങൾ ചെയ്തുവെങ്കിലും അതിനൊന്നും സാധിക്കാതെ ലജ്ജിതയായി മടങ്ങുന്നു. ഒടുവിൽ സത്യഭാമ സീതയുടെ വേഷം ധരിക്കുന്നു. ഇതിനോടുകൂടി രുക്മിണിയുടെയും ഏറ്റവും വേഗതയാർന്നവനാണ് ഗരുഡൻ എന്ന ഗരുഡന്റെയും അഹങ്കാരം ഭഗവാൻ ഒരുമിച്ച് ശമിപ്പിക്കുന്നതായാണ് ഈ കഥയുടെ ഉള്ളടക്കം. ഗരുഡൻ ഹനുമാനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട് മടങ്ങുന്നത് വരെയുള്ള ഭാഗമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. പ്രീജയോടൊപ്പം ഞങ്ങൾ മൃദംഗം ശ്രീ കലാമണ്ഡലം രാജീവ് സോന, വായ്പാട്ട് ശ്രീമതി കലാമണ്ഡലം ഷർമിള, ഇടയ്ക്ക ശ്രീ സതീഷ് ഗുരുവായൂർ, അവതരണം ശ്രീമതി കലാമണ്ഡലം പ്രീജ സതീഷ്.
വിധിച്ചുള്ളൊരു വിഘ്നം വിരവിനോടഖിലം തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ തമ്പുരാൻ തവ പദകമലം സന്തതം കൈതൊഴുന്നേ
Thank you.
തന്നെ മകനാകുന്ന അഞ്ജന തന്നെ മകനാകുന്ന നിരഞ്ജന ഹൃദയനായ ഭവാനി നിരഞ്ജന ഹൃദയനായ ഭവാനി അഞ്ജന വത്സലു കാണാനാഗ്രഹം
വാക്കാണിച്ചേ മതിയാമിപ്പോൾ യോഗ്യതയുണ്ടോ നിനക്കു ദുഷിപ്പാൻ യോഗ്യതയുണ്ടോ? എട മക്കള കീട നില്ലത നിന്നുടെ മക്കള കീട നില്ലത നിന്നുടെ മസ്തകമിന്നു തകർത്തേ പോരൂ ഉന്നുടെ മസ്തകമിന്നു തകർത്തേ പോരൂ ഉള്ള മരങ്ങളുമായും കരിയും ഉള്ള മരങ്ങളായി കൊള്ളയിലിട്ടു കടിച്ചു കുതിച്ച് ഉള്ള മരങ്ങളായി കനിയും കൊള്ളയിലിട്ടു കടിച്ചു കുതിച്ച് കൊള്ളയിലിട്ടു കടിച്ചു കുതിച്ച് ഉള്ള മരങ്ങളെ കായും കരിയും കൊള്ളയിലിട്ടു കടിച്ചു കുതിച്ച് ഉള്ള മരങ്ങളെ കായും കരിയും കൊള്ളയിലിട്ടു കടിച്ചു കുതിച്ച്
ആ ഈ പന്നകലോകത്തിന്നതുമില്ല വിണ്ണിലുമില്ലെന്നതുമറിയാതെ ഉണ്ണികളെ നിങ്ങൾ കയർക്കുന്നെന്തിനു വെറുതെ നിന്റെ അണ്ണനു തുല്യമതാകും നീ നിന്റെ അണ്ണനു തുല്യമതാകും ചെയ്ത അണ്ഡജമൂഢ നിന്നുടെ ജ്യേഷ്ഠൻ അണ്ടജമൂഢ നിന്നുടെ ജ്യേഷ്ഠൻ അണ്ഡജമൂഢ നിന്നുടെ ജ്യേഷ്ഠൻ അണ്ടജമൂഢ നിന്നുടെ ജ്യേഷ്ഠൻ ഒരണ്ഡജനല്ലോ അണ്ടജനല്ലോ സൂര്യനു സാരഥി അണ്ടജനല്ലോ സൂര്യനു സാരഥി പൊന്നനു തുടയുന്ന ഇലകൾ മുറിച്ച് ഒരു വണ്ണൻ വാഴ കടക്കേറിയുടെ പൊന്നനു തുടയുന്ന ഇലകൾ മുറിച്ചൊരു വണ്ണൻ വാഴ കടക്കേറിയുടെ തെളിച്ചു നടക്കുന്നിപ്പോൾ പേരുതളിച്ചു നടക്കും ഇപ്പോൾ ആരുമിതറിയാതില്ലികതരുക പേരുതളിച്ചു നടക്കും ഇപ്പോൾ ആരുമിതറിയാതില്ലികതരുക ഊരുവിഹീനൻ തന്നുടെ തമ്പി ഊരുവിഹീനൻ തന്നുടെ തമ്പി ഊരുവിഹീനൻ തന്നുടെ തമ്പി ഊരുവിഹീനൻ തന്നുടെ തമ്പി ഓ ഊരുമുറിഞ്ഞു കിടപ്പാറായി ഊരുവിഹീനൻ തന്നുടെ തമ്പി ഊരുമുറിഞ്ഞു കിടപ്പാറായി ഊരുമുറിഞ്ഞു കിടപ്പാറായി ആരുതിയോട് മറുത്തു വരുന്നവർ ആരുതിയോട് മറുത്തു വരുന്നവർ ആരും തോറ്റു മടങ്ങാതില്ല ആരുതിയോട് മറുത്തു വരുന്നവർ ആരും തോറ്റു മടങ്ങാനില്ല ഒരു തുടർന്നു ജയിപ്പാൻ മാത്രം ഒരു തുടർന്നു ജയിപ്പാൻ മാത്രം പോരും ഞാനെന്നാഗ്രഹമെങ്കിൽ ഒരു തുടർന്നു ജയിപ്പാൻ മാത്രം പോരും ഞാൻ ആഗ്രഹമെങ്കിൽ പോരും ഇവനെന്നാഗ്രഹമെങ്കിൽ പോരും ഇവരിൽ ആഗ്രഹമെങ്കിൽ ആരംഭിക്കാം ആഹവമെന്നോട് ആരംഭിക്കാം ആഗ്രഹമെന്നോട് ആരംഭിക്കാം ആഹവമെന്നോട് ഇങ്ങനെ സാരം വെച്ചു പറഞ്ഞതും ആരംഭിക്കാം ആഗ്രഹമെന്നോട് സാരം വച്ചു പറഞ്ഞതും അതുമതി ഒക്കും ഒക്കും ചിറകും നഖവും മുഖവും എനിക്കുണ്ടായിരുന്ന മമതീകതിനാൽ ഉൾക്കമലത്തിൽ ഉദിക്കുമഹങ്കൃതി ഉൾക്കമലത്തിൽ ഉദിക്കുമഹങ്കൃതി അടികൊള്ളും നേരം രണ്ടടി കൊള്ളും നേരം ഉൾക്കമലത്തിൽ ഉദിക്കുമഹങ്കൃതി രണ്ടടി കൊള്ളും നേരം ഉൾക്കുശമിച്ചുടലിയ കണക്ക് പറക്കും നീ പടയേറ്റെന്നാകിൽ കുശമിച്ചുടലിയ കണക്ക് പറക്കും നീ പടയേറ്റെന്നാകിൽ രാവണവീരൻ കുതിച്ചൊരു രാവണവീരൻ കുതിച്ചൊരു രാവണവീരനിരിക്കും ലങ്കാ നഗരം ചുട്ടു ഭരിച്ചൊരു കരുമന കേട്ടവരാരും ഭരിച്ചൊരു കരുമന കേട്ടവരാരും ഈ കവിവരനോട് ദീർഘയുമില്ല ഭരിച്ചൊരു കരുമന കേട്ടവരാരും കവിവരനുടെ എത്രയുമില്ല കവിവരനോട് ദീർഘയുമില്ല കവിവരനുടെ എത്രയുമില്ല കവിവരനുടെ എത്രയുമില്ല ഒക്കെ അറിഞ്ഞൊരു പക്ഷിക്കെന്നെ ഒക്കെ അറിഞ്ഞൊരു പക്ഷിക്കെന്നെ ഒക്കെ അറിഞ്ഞൊരു പക്ഷിക്കെന്നെ ഇതൊക്കെ അറിഞ്ഞൊരു പക്ഷിക്കെന്നെ അവർക്കാണെന്നു മുതിർന്നതുമുള്ള ഇതൊക്കെ അറിഞ്ഞൊരു പക്ഷിക്കെന്നെ അമർത്താവെന്നു മുതിർന്നതുമുള്ള
ഇവിടെ ചെയ്യാം. അല്പം സങ്കരം ഇവിടെ ചെയ്യാം. അല്പം സങ്കരം ഇവിടെ ചെയ്യാം. അല്പം സങ്കരം ഇവിടെ ചെയ്യാം. അപ്പുറമേതും ഭാവമില്ല. അല്പം സങ്കരം ഇവിടെ ചെയ്യാം. അപ്പുറമേതും ഭാവവുമില്ല. അതിനപ്പുറമേതും ഭാവമില്ല. അപ്പുറമേതും ഭാവവുമില്ല. ഇത്തം പറഞ്ഞു ചെന്നു യുദ്ധം തുടങ്ങി ഭാരം. യുദ്ധം പറഞ്ഞു നിന്നു യുദ്ധം തുടങ്ങി താരം. തങ്കരുടനടി ശുദ്ധൻ താനെന്നെ വിട്ടു. ശക്തന്മാരായുള്ളോരു നക്തന്റെ എന്തന്മാരെ. കൊല ചെയ്തോരു തീക്കൊല ചെയ്തോരു ശക്തിയിൽ പാതി വേണ്ട. തീക്കൊല ചെയ്തോരു ശക്തിയിൽ പാതി വേണ്ട. പരുത്തിൻ്റെ പുത്രനാകും മരുത്തിൻ്റെ പുത്രനാകും കരുത്തൻ ഹനുമാനെന്ന്. മരുത്തിൻ്റെ പുത്രനാകും കരുത്തൻ ഹനുമാനെന്ന്. പരമാർത്ഥമറിയാതെ പരമാർത്ഥമറിയാതെ ഗരുഡൻ പാട തുടങ്ങി. പരമാർത്ഥമറിയാതെ ഗരുഡൻ പട തുടങ്ങി. ഗരുഡൻ പാട തുടങ്ങി. ഗരുഡൻ പട തുടങ്ങി. ചൊടിച്ചും കൊണ്ടടിച്ചും ചീരമുകൾ കൊണ്ടടിച്ചും കൊക്കുകൾ കൊണ്ടു കടിച്ചും കൊക്കുകൾ കൊണ്ടു കടിച്ചും വട്ടത്തിൽ പാടെ വഴഞ്ഞും വട്ടത്തിൽ പാട്ടിൽ വഴഞ്ഞും വല്ലാത്ത വാക്കു പറഞ്ഞും വല്ലാത്ത വാക്കു പറഞ്ഞും തങ്ങളിൽ കെട്ടിപ്പിണഞ്ഞും തങ്ങളിൽ കെട്ടിപ്പിണഞ്ഞും ദൂഷണം ചൊല്ലിപ്പഴിച്ചും ദൂഷണം ചൊല്ലിപ്പഴിച്ചും ഘോഷിച്ചു ശംഖമടിച്ചും ഘോഷിച്ചു ശംഖമടിച്ചും പോരാടും പോരാടും നേരം നടുങ്ങി പോരാടും നേരം നടുങ്ങി ഗന്ധമാദനം ചുരുങ്ങി. ഗന്ധമാദനം കുലുങ്ങി മാദനം കുലുങ്ങി പാരിമാനും കലങ്ങി. വാരിധി നാലും കലങ്ങി മൃഗസഞ്ചാരം മൃഗസഞ്ചാരം മുടങ്ങി രാജസങ്ങളിൽ തുടങ്ങി പുഷ്ടിയുദ്ധങ്ങൾ. മുടങ്ങി രാജസങ്ങളിൽ മുടങ്ങി മുഷ്ടിയുദ്ധങ്ങൾ തുടങ്ങി പുഷ്ടിയുദ്ധങ്ങൾ. തുടങ്ങി മുഷ്ടിയുദ്ധങ്ങൾ അടികളും ഇടികളും ഉടലുടനെ അടികളും ഇടികളും ഉടലുടനെ കലശലും ഇഹകടനെ അടിപിടി കലശലും ഇഹകടനെ വടിതടിയൊഴിക്കയും അടവുകളും കരുടലും മതമൊന്നോ കുറഞ്ഞിടുന്നു ഗമനമുചിതമെന്ന് ഉറച്ചിടുന്നു അയ്യോ മതി 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 വേണമെന്നോ പറഞ്ഞിടുന്നു അയ്യോ മതി മതി അയ്യോ മതി മതി വേണമെന്നോ പറഞ്ഞിടുന്നു മതികളിൽ ശരീരെല്ലാം കുറഞ്ഞിടുന്നു അയ്യോ മതികളിൽ ശരീരെല്ലാം കുറഞ്ഞിടുന്നു തെല്ലുകയത്തൊരു വാനരവരനുടെ തല്ലുകൾ കൊണ്ടു തളർന്നു ശരീരം അല്ലൽ മുഴുതുടൻ അരുണ
രണ്ടുവിധം വാക്കില്ല നമുക്ക്, രണ്ടുവിധം വാക്കില്ല നമുക്ക്, രണ്ടുവിധം വാക്കില്ല നമുക്ക്. പണ്ടുമിതാനും ഇല്ലൊരു ഭേദം, രണ്ടുവിധം വാക്കില്ല നമുക്ക്. പണ്ടുമിതാനും ഇല്ലൊരു ഭേദം. ഗുരുവാമെന്നുടെ രഘുകുലനാഥൻ, ഗുരുവാമെന്നുടെ രഘുകുലനാഥൻ, ഗുരുവാമെന്നുടെ രഘുകുലനാഥൻ, ഗുരുവാമെന്നുടെ രഘുകുലനാഥൻ. ഒരു വാക്കോട് ചൊല്ലിയയച്ചാൽ, ഗുരുവാമെന്നുടെ രഘുകുലനാഥൻ, ഒരു വാക്കോട് ചൊല്ലിയയച്ചാൽ വരുവാൻ സംശയമില്ലിങ്ങായത്. വരുവാൻ സംശയമില്ലിങ്ങായത്. ഇവിടെ വരുവാൻ സംശയമില്ലിങ്ങായത്. വരുവാൻ സംശയമില്ലിങ്ങായത്. ഒരു വാക്കങ്ങു ധരിപ്പിക്കണം, വരുവാൻ സംശയമില്ലിങ്ങായത്. ഒരു വാക്കങ്ങു ധരിപ്പിക്കണം. സജ്ജനസഭയിലിരുന്നൊരുകിലും, സജ്ജനസഭയിലിരുന്നരുളുകിലും, 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 ജനകസുധാമതിയരുളിയ
വെക്കം വരുവാൻ അതാ പോണു. വെക്കം വരുവാൻ ചൊല്ലുക ഗരുഡ. വെക്കം വരുവാൻ ചൊല്ലുക ഗരുഡ. വെക്കം വരുവാൻ ചൊല്ലുക ഗരുഡ. ആ കവിവരനവസരമറിയേണ്ട. വെക്കം വരുവാൻ ചൊല്ലുക ഗരുഡ. കവിവരൻ അവസരമറിയേണ്ട. അർജുനസഖിയുടെ വചനം കേട്ട് അർജുനസഖിയുടെ വചനം കേട്ട് ലജ്ജിതനാകിയ വിനതാതനെ അർജുനസഖിയുടെ വചനം കേട്ട് അതിരഞ്ജിതനാകിയ വിനതാതനയൻ അഞ്ജലി കൂപ്പി ഉണർത്തിച്ചാനുടൻ അഞ്ജലി കൂപ്പി ഉണർത്തിച്ചാലുടൻ അഞ്ജനതന്നുടെ മകനുടെ വചനം അഞ്ജലി കൂപ്പി ഉണർത്തിച്ചാലുടൻ അഞ്ജനതന്നുടെ മകനുടെ വചനം അഞ്ജനതന്നുടെ മകനുടെ വചനം അഞ്ജനതന്നുടെ മകനുടെ വചനം ഉൽപ്പലലോചന തിരുവടിയുടെ കൽപ്പനയാൽ അവരോടു ചൊല്ലി ഒരൽപ്പം ബഹുമാനിച്ചില്ലെന്നല്ല അല്പം ബഹുമാനിച്ചില്ലെന്നല്ല അല്പം ബഹുമാനിച്ചില്ലെന്നല്ല അല്പം ബഹുമാനിച്ചില്ലെന്നല്ല പ്രിയവചനമുഴച്ചു ഹനുമാൻ അല്പം ബഹുമാനിച്ചില്ലെന്നല്ല പ്രിയവചനമുരച്ചു ഹനുമാൻ തിരുവടിയെ കൊണ്ടു ദുഷിച്ചത് തിരുവടിയെ കൊണ്ടു ദുഷിച്ചത് ചിന്തിച്ചാലതി കഠിനം കഠിനം തിരുവടിയെ കൊണ്ടു ദുഷിച്ചതു ചിന്തിച്ചാലതി കഠിനം കഠിനം നമുക്കതുണർത്തിപ്പാനോ നമുക്കതുണർത്തിപ്പാൻ എളുതല്ല മുകുന്ദ മുകുന്ദനവസ്ഥേ നമുക്കതുണർത്തിപ്പാൻ എഴുതല്ല മുകുന്ദ മുകുന്ദനമസ്തേ മുകുന്ദനമസ്തേ ചൊല്ലേറും രഘുനായകനല്ല ചൊല്ലേറും രഘുനായകനല്ല ഇന്നൊരു ദൈവമെനിക്കിഹമുവനെ ചൊല്ലേറും രഘുനായകനല്ല ഇല്ലൊരു ദൈവമെനിക്കിഹ ഭുവനെ കല്യാണാകൃതി സീതാരമണൻ കല്യാണാകൃതി സീതാരമണൻ ചൊല്ലിയയച്ചൻ ഭാഗവിടത്തിൽ കല്യാണാകൃതി സീതാരമണൻ ചൊല്ലിയയച്ചൻ നാലവിടത്തിൽ ചെല്ലുവതിന്നൊരു സംശയവും ചെല്ലുവതിന്നൊരു സംശയവും പുന ചെല്ലുവതിന്നൊരു സംശയവും പുനഃ ചെല്ലുവതിന്നൊരു സംശയവും പുന ഇല്ല നമുക്കത് ബോധിച്ചാലും ചെല്ലുവതിന്നൊരു സംശയവും പുനരില്ല നമുക്കത് ബോധിച്ചാലും പുല്ലും നിന്നുടെ സ്വാമിയുമൊക്കും പുല്ലും നിന്നുടെ സ്വാമിയുമൊക്കും ഈ പുല്ലും നിന്നുടെ സ്വാമിയുമൊക്കും പുല്ലും നിന്നുടെ സ്വാമിയുമൊക്കും ചൊല്ലുക നീ ചെന്നവരുമിതെല്ലാം പുല്ലും നിന്നുടെ സ്വാമിയുമൊക്കും ചൊല്ലുക നീ എന്നവരുടിതെല്ലാം കവിങ്ങനെ നിന്തിരുവടിയെ അക്കബി ഇങ്ങനെ നിന്തിരുവടിയെ കാരേണ പറഞ്ഞൊരു വാക്ക് അക്കബി ഇങ്ങനെ നിന്തിരുവടിയെ ധിക്കാരേണ പറഞ്ഞൊരു വാക്കു സത്യാനടിയൻ തടിയൻ സഖിയുടെ സത്യാനടിയൻ തടിയൻ
ഇത്രയും നേരം വളരെ സമയത്തോടു കൂടി കലാകാരിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇരുന്ന കാണികളായ നിങ്ങളേവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. തുള്ളൽ അവതരിപ്പിച്ചത് കലാമണ്ഡലം പ്രീജ സതീഷ്, മൃദംഗം ശ്രീ കലാമണ്ഡലം രാജീവ് സോന, വായ്പാട്ട് ശ്രീമതി കലാമണ്ഡലം ഷർമിള, ഇടയ്ക്ക ശ്രീ സതീഷ് ഗുരുവായൂർ, കഥ രാമാനുചരിതം അഥവാ ഗരുഡഗർവ ഭംഗം. നല്ല രീതിയിൽ ശബ്ദവും വെളിച്ചവും തന്ന സുഹൃത്തിനും ഈ ഒരവസരം നൽകി കലാകാരന്മാരായ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിനും ഇതിൻ്റെ സംഘാടകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നന്ദി. എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. തുടർച്ചയായി 3 വർഷം എനിക്ക് ഈ തിരുസന്നിധിയിൽ അവസരം തന്ന പ്രിയപ്പെട്ട സരളമ്മയ്ക്കും മാഷിനും എൻ്റെയും എൻ്റെ സംഘത്തിൻ്റെയും അകമഴിഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. ഇതുവരെ എൻ്റെ പരിപാടി കണ്ട് ആസ്വദിച്ച നല്ലവരായ എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നന്ദി, നമസ്കാരം. കലകളുണ്ട്. ക്ഷേത്രത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. ഓട്ടംതുള്ളലും പാടവും കൂത്തും കഥകളി തുടങ്ങിയിട്ടുള്ള എല്ലാ കലകളും നമ്മുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള അതിൽ തന്നെ ഏറ്റവും ജനകീയമായിട്ടുള്ള കല എന്ന് പറയുന്നത് ഓട്ടംതുള്ളലാണ്. സാധാരണ ജനങ്ങളെ ചിരിക്കാനും ഭിന്നിപ്പിക്കാനും ഒക്കെ ഉതകുന്ന നല്ലൊരു കല, അതാണ് ഓട്ടംതുള്ളൽ. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വന്ന് 2-3 വർഷമായിട്ട് നല്ല ഓട്ടംതുള്ളൽ കാഴ്ചവെച്ച നമ്മുടെ കലാമണ്ഡലം പ്രീതിക്കും സംഘത്തിനും ഈ ക്ഷേത്രത്തിൻ്റെ കൂടെ നന്ദി പറയുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു സമ്മാനവും അവർക്ക് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.